ഹലോ, ഇന്ന് നമുക്കൊരു കേക്ക് ഉണ്ടാക്കിയാലോ? ഒരു കേക്കല്ല കേട്ടോ, 2 കേക്കാണ് ഉണ്ടാക്കാനുള്ളത്. 2 kg ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് ഉണ്ടാക്കാനുള്ളത്. നാളത്തേക്കുള്ള ഓർഡറാണ്. ഡ്രൈ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും ഞാൻ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യമായത് 8 മുട്ടയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 2 കപ്പ് പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇത് സൈഡിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടിരിക്കുന്നതാണ്, കപ്പയും ബീഫ് കറിയും. അങ്ങനെ സൈഡിൽ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും അതിൽ ആഡ് ചെയ്യാം. ഇത് കട്ടനാണ് കേട്ടോ. എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കട്ടൻ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ എങ്ങനെയാണ് എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളത് പറഞ്ഞുതരാം. 2016 ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ വീഡിയോസും കാര്യങ്ങളും ഒന്നും ഇട്ടിരുന്നില്ല. പിന്നെ തിരിഞ്ഞു നോക്കുന്നത് 2025 അങ്ങനെ ചാനൽ തുടങ്ങാനുള്ള ആവേശം കയറിയിരിക്കുന്ന സമയത്ത് ചാനലിന് ഞാനൊരു പേരും ഡിസ്ക്രിപ്ഷനും ഒക്കെ കൊടുത്തു. വീണ്ടും അതൊരാവേശം മാത്രമായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ബട്ടർഫ്ലൈ തീമിൽ ഞാനൊരു കേക്ക് ചെയ്തത്. ആ കേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു. അങ്ങനെ ഞാനത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തു. ഇൻസ്റ്റയിൽ പോസ്റ്റ് കണ്ടപ്പോൾ ഈ കേക്ക് ഞാൻ തന്നെയാണോ ചെയ്തതെന്നൊരു തോന്നൽ എനിക്കുണ്ടായി. എന്നാൽ പിന്നെ യൂട്യൂബിലിടാമെന്ന് വിചാരിച്ച് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഈ തോട്ട്സൊക്കെ എൻ്റെ മൈൻഡിലൂടെ പോകുന്നത് ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അങ്ങനെ തിരിച്ച് ഞാൻ വീട്ടിലെത്തുന്ന സമയം കൊണ്ട് 250 വ്യൂസായി. എൻ്റെ മനസ്സിൽ ലഡു പൊട്ടി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ 100 വ്യൂസ് പോലും കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്നെടുത്തത് 250. അപ്പോൾ പിന്നെ കോൺഫിഡൻസ് ഒന്ന് കുറച്ച് കൂടി. അങ്ങനെ ഞാൻ എൻ്റെ സെക്കൻഡ് വീഡിയോയും അപ്ലോഡ് ചെയ്തു. അത്യാവശ്യം വ്യൂസ് കയറാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ഇതാണ് ഞാൻ പറഞ്ഞ ആ കേക്ക്. വീഡിയോസ് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.